അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ചരിത്രപരമായ സമാധാന കരാർ പടിഞ്ഞാറൻ ഏഷ്യയിലെ മാസങ്ങൾ നീണ്ട കടുത്ത സൈനിക സംഘർഷങ്ങൾക്കും കപ്പൽ ഗതാഗത തടസ്സങ്ങൾക്കും താൽക്കാലിക വിരാമമിടുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ സ്വന്തം പാളയത്തിൽ നിന്നുപോലും വിമർശനമുയരുകയാണ്. കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ രീതി തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇറാനുമായുള്ള കരാറിൽ അമേരിക്ക വലിയ വിജയം നേടിയെന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ കരാറിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളോ കൃത്യമായ ഒത്തുതീർപ്പ് രേഖകളോ പൊതുജനങ്ങൾക്ക് മുന്നിലോ US കോൺഗ്രസ് പ്രതിനിധികൾക്ക് മുന്നിലോ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അമേരിക്കയ്ക്കുള്ളിലെ ഇരു രാഷ്ട്രീയ ചേരികളിൽ നിന്നുമുള്ള പ്രമുഖർ ഒരേപോലെ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ഈ സുതാര്യമില്ലായ്മ അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപരമായ വലിയൊരു വീഴ്ചയായിട്ടാണ് പല വിദേശ നയ വിദഗ്ധരും വിലയിരുത്തുന്നത്. കരാറിലെ സുതാര്യതയില്ലായ്മയ്ക്കെതിരെ വലതുപക്ഷ രാഷ്ട്രീയ ചേരികളിൽ നിന്ന് തന്നെ കടുത്ത ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ട്രംപിന്റെ സൈനിക നയങ്ങളെ ആദ്യഘട്ടത്തിൽ ശക്തമായി പിന്തുണച്ചിരുന്ന പ്രമുഖ ഫോക്സ് ന്യൂസ് അവതാരകനായ മാർക്ക് ലെവിൻ കരാറിന്റെ രഹസ്യ സ്വഭാവത്തെ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അജ്ഞാതരായ ഉറവിടങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾക്കപ്പുറം എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഈ കരാറിന്റെ യഥാർത്ഥ കരട് രേഖ കാണാൻ സാധിക്കാത്തതെന്ന് മാർക്ക് ലെവിൻ ചോദിക്കുന്നു. ഇത് സമാധാനത്തിനായുള്ള മികച്ചൊരു ചുവടുവയ്പ്പാണെങ്കിൽ എന്തുകൊണ്ട് ഈ രേഖ പരസ്യമാക്കുന്നില്ലെന്നും ചരിത്രത്തിൽ ഇതുവരെ ഇത്തരമൊരു രീതി താൻ കണ്ടിട്ടില്ലെന്നും മാർക്ക് ലെവിൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി ഇത്തരം വലിയ ഉടമ്പടികൾ ഒപ്പുവെക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മാർക്ക് ലെവിൻ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ ഒബാമ ഭരണകൂടത്തിലെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ടോമി വീറ്റർ ഈ കരാറിനെ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നത് നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നല്ലൊരു തീരുമാനമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ട്രംപ് വിഭാവനം ചെയ്ത തന്ത്രപരമായ ലക്ഷ്യങ്ങളൊന്നും നേടാൻ ഈ കരാറിന് സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഇല്ലാതാക്കാനോ അവരുടെ പക്കലുള്ള കടുത്ത ഭീഷണി ഉയർത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കാനോ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ലെന്നും യഥാർത്ഥത്തിൽ ട്രംപ് ഈ യുദ്ധത്തിൽ ഇറാനോട് തന്ത്രപരമായി പരാജയപ്പെടുകയാണ് ചെയ്തതെന്നുമാണ് ടോമി വീറ്ററുടെ അഭിപ്രായം. അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങൾ ശക്തമായിരുന്നിട്ടും ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ കൂടുതൽ കരുത്താർജിച്ച സാഹചര്യത്തിൽ ഈ കരാർ ഇറാന് വലിയൊരു നയതന്ത്ര വിജയമായി മാറുമെന്നും ടോമി വീറ്റർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നുവെന്നൊക്കെ ട്രംപ് അനുകൂലികൾ വലിയ വിജയമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ യുദ്ധത്തിന് മുൻപ് ഹോർമൂസ് കടലിടുക്ക് ഇതേ രീതിയിൽ തന്നെ പൂർണ്ണമായി തുറന്നു കിടക്കുകയായിരുന്നുവെന്ന് മുൻ US അംബാസിഡറായ മൈക്കേൽ മക്ഫോൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലൂടെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷം കടലിടുക്ക് വീണ്ടും തുറന്നു നൽകി എന്നത് ഒരു യുദ്ധവിജയമായി ട്രംപിന് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഒരു പ്രശ്നം സ്വന്തമായി സൃഷ്ടിച്ച ശേഷം അത് പരിഹരിച്ചു എന്ന് അവകാശപ്പെടുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും ഇത് അമേരിക്കയുടെ ആഗോള സഖ്യകക്ഷികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിമാറുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിച്ചേക്കാമെന്നും മൈക്കേൽ മക്ഫ്ലോർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിന്റെ CEO മാർക്ക് ഡുബോവിറ്റ്സ് ഇറാന്റെ ഭീഷണിയെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. ഇറാനിലെ ഭീകര ഭരണകൂടത്തെ തകർക്കാനുള്ള ഏക വഴി അവരുമായി ഒത്തുതീർപ്പിലെത്തലല്ലെന്നും മറിച്ച് അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും പരമാവധി അന്താരാഷ്ട്ര സഹായവും പിന്തുണയും നൽകി അവരെ ശക്തരാക്കുക എന്നതാണെന്നും ഡുബോവിറ്റ്സ് നിരീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ ഭരണകൂടത്തിന് സാമ്പത്തിക ഇളവുകൾ നൽകുന്നത് വഴി അവർ പ്രോക്സി ഗ്രൂപ്പുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നും ചർച്ചകൾ വഴി സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ മാറ്റാൻ കഴിയില്ലെന്നും മാർക്ക് ഡുബോവിറ്റ്സ് വിമർശിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖ സെനറ്ററും ഇറാന്റെ കടുത്ത വിമർശകനുമായ ലിൻഡ്സേ ഗ്രഹാം ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്തെങ്കിലും അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ നയതന്ത്ര സംഘം അവകാശപ്പെടുന്ന കാര്യങ്ങളല്ല ഇറാൻ ഈ കരാറിനെ കുറിച്ച് പുറത്തുവിടുന്നതെന്നും രണ്ട് രാജ്യങ്ങളും കരാറിന്റെ വ്യവസ്ഥകളെ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നതെന്നും ലിൻഡ്സേ ഗ്രഹാം ആശങ്ക പ്രകടിപ്പിക്കുന്നു. വരാനിരിക്കുന്ന വിശദമായ ചർച്ചകളിൽ ഇറാന്റെ ആണവ പദ്ധതികളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നത് താൻ കൃത്യമായി നിരീക്ഷിക്കുമെന്നും ലിൻഡ്സേ ഗ്രഹാം പറയുന്നുണ്ട്. ഡെമോക്രാറ്റിക് പ്രതിനിധിയായ റോഗനെയും ഈ സമാധാന ശ്രമത്തെ സ്വാഗതം ചെയ്യുകയും ഡെമോക്രാറ്റുകൾ ഇതിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എങ്കിലും ഇറാനിലെ ഭരണം അട്ടിമറിക്കുക എന്ന ട്രംപിന്റെ ലക്ഷ്യം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും ഇപ്പോഴുണ്ടാക്കിയ വ്യവസ്ഥകൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒബാമ സർക്കാർ ഒപ്പുവെച്ച ആണവ കരാറിനേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടതല്ലെന്നും റോഗനെ വിമർശിക്കുന്നു. ഈ യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സൈനിക നഷ്ടമുണ്ടാക്കിയ ഒരു വിലയേറിയ പാഠമാണെന്നും റോഗന്നെ പറഞ്ഞേക്കുന്നു. ഇറാന്റെ മുകളിൽ സമ്പൂർണ്ണ വിജയം നേടിയെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ട്രംപിനൊപ്പമുള്ള കടുത്ത വലതുപക്ഷവാദികൾ പോലും തയ്യാറാകുന്നില്ല. എന്തായാലും ഇറാൻ അമേരിക്ക സമാധാന കരാർ പ്രഖ്യാപനം ട്രംപിന്റെ വിശ്വാസ്യതയിൽ വലിയ ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്.